ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു എഗ് കുറുമയാണ് കേട്ടോ. ഇതിനെ വേണമെങ്കിൽ എഗ് മോളി എന്നൊക്കെ വിളിക്കാവുന്നതേ ഉള്ളൂ. ഒരു ഫിഷ് മോളിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാതെ പച്ചമുളക് മാത്രം ചേർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും അതുപോലെ ചോറിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി കേട്ടോ. നിങ്ങളൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്കപ്പോൾ നോക്കാം എങ്ങനെയാണ് ഈ എഗ് കുറുമ ഉണ്ടാക്കുന്നതെന്നുള്ളത്. നമുക്കപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 5 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 4 സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ, 1 കപ്പ് തേങ്ങ ഞാൻ ചെരുകിയത് ഇപ്പം മിക്സിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു 4 കാഷ്യൂ നട്ടും ഒരല്പം 5-6 നമ്മൾ കിസ്മിസ് ഉണ്ടല്ലോ അതും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഈ തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് അരച്ച് ഇതിൻ്റെ പാലെടുക്കാൻ പോവാണ്. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാഷ്യൂ നട്ട് ഒറ്റയ്ക്ക് നമ്മൾ അരയ്ക്കാൻ നോക്കിയത് അരഞ്ഞ് കിട്ടില്ല. കാരണം ഇത് കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് അരച്ച് ഒരുമിച്ച് അതിൻ്റെ പാലെടുക്കുകയാണെങ്കിൽ ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഈ കാഷ്യൂ നട്ടും കിസ്മിസും ചേർക്കുന്നത് ശരിക്കും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ കുറച്ചും കൂടി അധികം തേങ്ങ എടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഞാനിവിടെ ഒരു 4 വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് കീറിയിടാം. ചതച്ചിടുകയാണെങ്കിൽ കുറച്ചും കൂടി എരിവ് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു അത്യാവശ്യം വലിയ തക്കാളിയായിരുന്നു. അത് പുളിയുള്ള തക്കാളിയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് കാരണം ഞാൻ അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരു നീക്കിയിട്ട് പകുതി തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വേപ്പില, പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും വേണം, ആവശ്യമുണ്ട്. ഞാനിവിടെ വെച്ചിട്ടില്ല. അത് ഇടുന്ന സമയത്ത് ഞാൻ അളവ് പറയാം. 1/2 ടീസ്പൂൺ വീതമാണ് കേട്ടോ ഇടുന്നത്. അപ്പം ഇനി നമുക്കിത് ആദ്യം തന്നെ ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഞാനപ്പോൾ ആ തേങ്ങ മിക്സിയിലടിച്ച് അതിൻ്റെ പാലവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കടുകിന് പകരമായിട്ട് ഓൾ ഗരം മസാല ഉണ്ടല്ലോ, ഗ്രാമ്പൂ, പട്ട, ഏലക്കായ അതൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ടാൽ മതി. കടുകിന് പകരമായിട്ട് അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല ഇവിടെ കേട്ടോ. അപ്പോൾ അതൊരു 2-3 എണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ, എന്നിട്ട് സവോള ഇടാം. ആ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സവോള അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 4 മീഡിയം ടൈപ്പ് സവോളയാണ് കേട്ടോ. ഇതൊന്ന് വഴറ്റി വരണം. ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. നമുക്കിപ്പോൾ നമ്മൾ സവോള ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇടാം കേട്ടോ. ഇത് നന്നായി ഇളക്കി കൂട്ടി ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. നമുക്കപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു തവണ ഇത് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളെ സവോള ഇവിടെ അത്യാവശ്യം നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളൊരു പകുതി തക്കാളി കുരു കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പുളിയുള്ള തക്കാളിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കുരു കളയണം കേട്ടോ, എന്നാലേ നന്നാവുള്ളൂ. ഇതിനിങ്ങനെ പുളിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല. എന്നിട്ട് ഈ തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിന് വേണ്ടി നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് ഇവിടെ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടാം. അതോടൊപ്പം തന്നെ ഇവിടെ ഞാൻ 3 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇടാം കേട്ടോ. ഇതെല്ലാം കൂടി ഇപ്പോൾ 3 പൊടികളും കൂടിയിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കാം.
നമ്മളപ്പോൾ ഇട്ട് കൊടുത്ത മസാലയും അതുപോലെ സവോളയും എല്ലാം കൂടിയിട്ട് ഒന്ന് 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ആ മസാലയുടെ പച്ചമണം എല്ലാം പോകുന്നത് വരയ്ക്കും. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ആ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാലുണ്ടല്ലോ, തേങ്ങാപ്പാലും അതുപോലെ 4 കാഷ്യൂ നട്ടും ഒരല്പം കിസ്മിസും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ നാളികേരപ്പാൽ എടുത്ത് വെച്ചിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാ അപ്പം ഞാൻ ആ പാൽ ഇതിലേക്ക് ഇപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. പെട്ടെന്ന് തിളച്ച് കഴിഞ്ഞാൽ ഈ പാൽ പിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒന്നൊരു ജസ്റ്റ് ഒന്ന് തിള വരട്ടെ. ഇതാ ഇപ്പം നമ്മളെ കറി ഒന്ന് ഇവിടെ ജസ്റ്റ് പതഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഗരം മസാല ഇടുന്നില്ല കേട്ടോ, ഞാൻ പെരിഞ്ജീരകപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 2 പച്ചമുളക് നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഭംഗിയില്ല, പച്ചമുളകിൻ്റെ ഒരു മണവും കൂടി ലാസ്റ്റ് ഇതിൽ കിട്ടും. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ എഗ്ഗ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ തേങ്ങ അരച്ചപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടി അരച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരല്പം പഞ്ചസാര ചേർത്ത് ഒരു ചെറിയ സ്പൂൺ, ഒരു 1/4 ടീസ്പൂണൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിനൊരു ചെറിയ മധുരപ്പോട് കൂടിയിട്ടുള്ള കറി ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്കിപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിള വരുന്നതോടുകൂടി ഞാനിപ്പോൾ ഇത് തീയിന് ഓഫ് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ കുറച്ചും കൂടി തിന്നായിട്ട് മതി ചാറുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കറി ഓഫ് ചെയ്യാണ്. ഞാനപ്പോൾ ആ കറി ഇങ്ങോട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. നമ്മളൊരു ഫിഷ് മോളി പോലെയെന്നോ, അപ്പോൾ ഇതിനെ മാറ്റി നമുക്കൊരു എഗ് മോളി എന്നൊക്കെ വേണമെങ്കിൽ പേരിട്ട് വിളിക്കാവുന്നതേ ഉള്ളൂ. ഒരു എഗ് കുറുമ തന്നെയാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.